ഹലോ ആൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോട്ട് നെറ്റിനെ പറ്റിയാണ്. ഡോട്ട് നെറ്റ് എന്താണെന്നുള്ളതും ഡോട്ട് നെറ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. നമ്മളൊരു ആദ്യമായിട്ടാണ് ഡോട്ട് നെറ്റ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈംസുകൾ ഇതിനകത്തുണ്ട്. ഡോട്ട് നെറ്റ് എന്ന് കേൾക്കാം, ഡോട്ട് നെറ്റ് കോർ എന്ന് കേൾക്കാം, സി ഷാർപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എഫ് ഷാർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലാംഗ്വേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്താണ് ഡോട്ട് നെറ്റ് എന്നുള്ളത് നോക്കാം. ഡോട്ട് നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് അല്ല, ഒറ്റ ഒരു ലാംഗ്വേജ് അല്ല, അതൊരു മൾട്ടിപ്പിൾ കളക്ഷൻസ് ഓഫ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ജാവയെന്നോ അല്ലെങ്കിൽ പൈത്തൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് ആണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഡോട്ട് നെറ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2002 ടൈമിലൊക്കെയാണ് ഡോട്ട് നെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് കുറെ ലാംഗ്വേജസിന്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് സി ഷാർപ്പ് ഉണ്ടായിരുന്നു, എഫ് ഷാർപ്പ് ഉണ്ടായിരുന്നു, VB ഡോട്ട് നെറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു കളക്ഷൻ ആയിട്ടായിരുന്നു ഡോട്ട് നെറ്റ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അതില് ഓരോ ലാംഗ്വേജിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്കെല്ലാം പല ലാംഗ്വേജുകളിൽ വർക്ക് ചെയ്യുകയും അത് നമുക്ക് ക്രോസ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അതായത് സി ഷാർപ്പിൽ എഴുതിയത് എഫ് ഷാർപ്പിൽ എഴുതിയത് സി ഷാർപ്പിൽ, അങ്ങനെയൊക്കെ അത് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒക്കെ വിത്തിൻ ഡോട്ട് നെറ്റ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതായിരുന്നു ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ സമയത്ത് ഞാൻ പറയുന്നത് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് ആണ്. 2002 ടൈമിൽ ഇറങ്ങിയതാണ് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പം ഡോട്ട് നെറ്റിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഡോട്ട് നെറ്റിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. ആ ഒരു കാര്യം നമുക്ക് ലിനക്സിലോ അല്ലെങ്കിൽ മാക്കിലോ ഒന്നും വർക്ക് ചെയ്തില്ലായിരുന്നു. 2002 ഇറങ്ങി നമ്മുടെ ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫ്രെയിം വർക്കുകളൊക്കെ നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ലിനക്സിലൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ കുറെ നാളെ കഴിഞ്ഞപ്പോൾ 2016 ആയ സമയത്ത് പുതിയൊരു കാര്യം കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്, ഡോട്ട് നെറ്റ് കോർ. അത് നമുക്ക് എല്ലായിടവും വർക്ക് ചെയ്യും. വിൻഡോസിലും വർക്ക് ചെയ്യും, ലിനക്സിലും വർക്ക് ചെയ്യും, മാക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 2002 തൊട്ട് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസുകളും അതിന്റെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഓൾറെഡി വർക്കിംഗ് ആണല്ലേ. അപ്പൊ അത് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അതിന്റെ സപ്പോർട്ടും മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡോട്ട് നെറ്റ് കോർ, അത് 2016 തൊട്ട് തുടങ്ങുന്ന പുതിയ പ്രോജക്റ്റുകളെല്ലാം വിൻഡോസിലും ലിനക്സിലും ഒക്കെ വർക്ക് ചെയ്യിക്കാനായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെല്ലാം ഡോട്ട് നെറ്റ് കോറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഡോട്ട് നെറ്റ് കോറിലുണ്ട്. സി ഷാർപ്പ് ലാംഗ്വേജസുകളെല്ലാം അതിൻ്റെ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഡോട്ട് നെറ്റും ഡോട്ട് നെറ്റ് കോറും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഡോട്ട് നെറ്റ് എടുത്തു കഴിഞ്ഞാലും ഡോട്ട് നെറ്റ് കോർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കളക്ഷൻ ഓഫ് ലാംഗ്വേജസുകൾ കാണാം. സി ഷാർപ്പ് പോലെയുള്ളതും എഫ് ഷാർപ്പ് പോലുള്ളതും ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സി ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഡോട്ട് നെറ്റ് കോർ എടുത്താലും ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് എടുത്തു കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ഷാർപ്പാണ്. നമ്മളും യൂസ് ചെയ്യുന്നത് സി ഷാർപ്പാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡോട്ട് നെറ്റും ഡോട്ട് നെറ്റ് കോറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സാമറിൻ മോണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഫ്രെയിംവർക്കുകൾ ഡോട്ട് നെറ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഡോട്ട് നെറ്റ് സ്റ്റാൻഡേർഡ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മൾ ഷെയ്ഡ് സെറ്റ് ഓഫ് ലൈബ്രറീസ്, അതിനെയാണ് ഡോട്ട് നെറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് ലൈബ്രറീസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതാണ് ഡോട്ട് നെറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്താലും ഡോട്ട് നെറ്റ് കോർ ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതിപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ 2020 അടുപ്പിച്ചൊക്കെ ഇവര് പുതിയൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടല്ല, നമുക്കിപ്പോ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഡോട്ട് നെറ്റ് കോർ എന്താണെന്ന് മനസ്സിലാക്കണം, ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് പണ്ട് മുതലേ ഉള്ളതാണ്, ഡോട്ട് നെറ്റ് കോർ പുതിയതായിട്ട് കൊണ്ടുള്ളതാണ്. അപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതിൽ ചെയ്യണം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാറിപ്പോകുമോ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ലേറ്റസ്റ്റ് വെർഷനുകളിൽ ഡോട്ട് നെറ്റ് കോറും ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിന്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഡോട്ട് നെറ്റ് 5 തൊട്ട് അങ്ങോട്ട് പുതിയ പുതിയ വെർഷനുകളിലെല്ലാം ഇതിന്റെ രണ്ടിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഡോട്ട് നെറ്റ് 7 ആണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡോട്ട് നെറ്റ് 7 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 തൊട്ട് 5, 6, 7 എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ഫ്രെയിംവർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് 8, 10 എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇതില് ഒറ്റ വേടേ ഉള്ളൂ, ഡോട്ട് നെറ്റ് എന്നേ ഉള്ളൂ. അതിന്റെ കൂടെ 7 എന്നോ 6 എന്നുള്ള ഒറ്റ നമ്പർ കാണും. ഓക്കെ, അപ്പൊ ഇത് ഡോട്ട് നെറ്റ് ഇതിൽ എല്ലാത്തിലും വർക്ക് ചെയ്യും. ലിനക്സിലും മാക്കിലും വിൻഡോസിലും ഒക്കെ വർക്ക് ചെയ്യും. അപ്പൊ നമ്മളിവിടെ
നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ .NET ഹൈഫൻ ഹൈഫൻ വെർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇതാണെന്നുള്ളത്. ഇത് സ്റ്റിൽ നമുക്ക് .NETന്റെ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിത് കുറച്ചും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ റെഫറൻസ് ലിങ്കുകളും ഒക്കെ ഞാൻ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. .NET Core എന്ന് പറയുമ്പോൾ നമുക്ക് ലിനക്സിലും വിൻഡോസിലും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്, മാക്കിലും വർക്ക് ചെയ്യും. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതാണ്. അതിൻ്റെ അകത്ത് .NET ഫ്രെയിംവർക്ക്, ആ വേർഡും കൂടെ നോക്കണം. ഫ്രെയിംവർക്ക് എന്നും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾഡ് ആണ്. അതായത് അതിൻ്റെ അകത്ത് വിൻഡോസിൽ മാത്രമേ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിൽ രണ്ടിലും പ്രോജക്റ്റുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് 2002 മുതലുള്ള ഒരു സാധനം ആയതുകൊണ്ട് അതിൽ അന്ന് മുതൽ ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റുകളെല്ലാം ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ ഇപ്പോഴും കാണുമല്ലോ, റണ്ണിങ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് അവർ വീണ്ടും സപ്പോർട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈക്രോസോഫ്റ്റ്. .NET Core എന്ന് പറയുമ്പോൾ 2016 തൊട്ട് തുടങ്ങിയതാണ്. അതിലും ഒരുപാട് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .NET 7 ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ്. ഫ്രെയിംവർക്കും ഇല്ല, ഇതുമില്ല. ഇതിന് പകരം .NET പ്ലസ് ഒരു നമ്പർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതാണ് വെർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ടിന്റെയും ഫീച്ചേഴ്സ് കാണും. ഇനി അങ്ങോട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒരു പുതിയൊരു ഡെവലപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ ഇത്രയും ഹിസ്റ്ററി അറിയണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് .NET 7, .NET 6 എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ബേസിക് ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് C# ആണ്. നമ്മളെ പ്രോഗ്രാമിങ്ങിനെല്ലാം C# ആണ് യൂസ് ചെയ്യുന്നത്. വേറെ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതായതുകൊണ്ടാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.